ഇവിടുത്തെ ഇഷ്ടമല്ലാത്ത ലിസ്റ്റിൽ പെട്ടതാണ് ബീട്രൂട്ട്. ഞാനൊഴിച്ച് ബാക്കി ആർക്കും ഇത് അത്ര വലിയ പിടുത്തല്ല. ഇവരങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ എൻ്റെ 18ാമത്തെ അടവ് എടുത്തു. ഇവിടെ എല്ലാവർക്കും ചോറും രസവും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ബീട്രൂട്ട് രസമാക്കിക്കൂടാ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്തതാ. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളെ വീട്ടിലും കാണില്ലേ ഇങ്ങനെ ബീട്രൂട്ട് വിരോധികൾ? ഇതുപോലത്തെ രസം ഉണ്ടാക്കി കൊടുത്തൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ മിക്സി ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമല്ലി, ചെറിയ ജീരകം, കുരുമുളക്, ഇത്തിരി കായപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു വലിയ ബീട്രൂട്ട്, പകുതി തക്കാളിയും കൂടി ചേർത്ത് ഇതേപോലെ അരച്ചെടുക്കണം. ഇത്തിരി എണ്ണയിലേക്ക് വറ്റൽമുളക്, കുരുമുളക്, ചെറിയ ജീരകം, കരിവേപ്പില ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്ത് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത ഈ മസാലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് പേസ്റ്റും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് പുളിവെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു രസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കിച്ചണിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഡിഷായി മാറിയിട്ടുണ്ട്. എനിക്കിങ്ങനെ രസം ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനത്തെ കുഴിഞ്ഞ പാത്രത്തിൽ ഇത്തിരി ചോറും നിറയെ രസവും കുറച്ച് ഉപ്പേരിയും കൂട്ടി കഴിക്കാൻ. ഈ സ്പൂൺ എനിക്ക് അത്ര താല്പര്യമില്ല. കൈ കൊണ്ട് ഞെരടി കഴിക്കാനാണ് എൻ്റെ ഇഷ്ടം.